കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ഡൽഹിയിലെ ദമ്പതികളെയും മകളെയും കൊലപ്പെടുത്തിയത് 20-കാരനായ മകനാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. സൗത്ത് ഡൽഹി നിവാസികളായ രാജേഷ്, ഭാര്യ കോമൾ, മകൾ കവിത എന്നിവരാണ് മരിച്ചത്. പ്രതിയായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഡൽഹിയിലെ നെബ്സരായിലെ വീട്ടിലായിരുന്നു 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജേഷിന്റെയും കോമളിന്റെയും വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു സംഭവം നടന്നത്. സംഭവ സമയത്ത് താൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് അർജുൻ പോലീസിനോട് പറഞ്ഞിരുന്നത്. പ്രഭാത സവാരിക്ക് പോയതായിരുന്നുവെന്നും വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മാതാപിതാക്കളെയും സഹോദരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നായിരുന്നു അർജുന്റെ മൊഴി. മാതാപിതാക്കൾക്ക് വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ച ശേഷം രാവിലെ 5 മണിയോടെയാണ് താൻ നടക്കാനിറങ്ങിയതെന്നും വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോയതെന്നുമായിരുന്നു അർജുന്റെ മൊഴി. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇത് കള്ളമാണെന്ന് കണ്ടെത്തുകയും അർജുനെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിതാവിൽ നിന്ന് അവഹേളനം നേരിട്ടതും മാതാപിതാക്കളുടെ സ്വത്ത് സഹോദരിക്ക് നൽകാനുള്ള നീക്കവുമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. പഠനകാര്യങ്ങളെ ചൊല്ലി പിതാവ് വഴക്ക് പറയുന്നത് പതിവായിരുന്നു. അടുത്തിടെ അയൽക്കാരുടെ മുന്നിൽ വെച്ച് പിതാവ് വഴക്ക് പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതും ഏറെ അപമാനകരമായി. പ്രതി ഏറെക്കാലമായി കൊലപാതകം ആസൂത്രണം ചെയ്തു വരികയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്നാണ് മാതാപിതാക്കളുടെ വിവാഹ വാർഷിക ദിനം തന്നെ പ്രതി തിരഞ്ഞെടുത്തതും. എല്ലാത്തിനും ഉചിതമായത് ആ ദിവസം തന്നെയാണെന്ന് പ്രതി കണക്ക് കൂട്ടിയിരുന്നു. ഉറങ്ങുന്നതിനിടെ കത്തികൊണ്ട് 3 കഴുത്തറുക്കുകയായിരുന്നു ചെയ്തത്. കൃത്യം നടത്തിയ ശേഷം ബന്ധുക്കളെയും പോലീസിനെ വിവരമറിയിച്ചതും ഇയാൾ തന്നെയായിരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇയാൾ തന്നെ പോലീസിനെ വിവരമറിയിച്ചതും. വീട്ടിനുള്ളിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങളില്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. വീട്ടിൽ കവർച്ച നടന്നിട്ടില്ലെന്നും സ്ഥിരീകരിച്ചിരുന്നു. സമീപത്തെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. ഇതിന് പിന്നാലെയാണ് അർജുന്റെ മൊഴികളിൽ സംശയമുണ്ടായത്. വിമുക്തഭടനായ രാജേഷും കുടുംബവും 15 വർഷം മുൻപാണ് ഡൽഹിയിൽ താമസം ആരംഭിച്ചത്. ഹരിയാന സ്വദേശികളാണിവർ. ഡൽഹിയിലെ ആർമി പബ്ലിക് സ്കൂളിലായിരുന്നു അർജുന്റെ സ്കൂൾ വിദ്യാഭ്യാസം. ബോക്സിംഗ് താരം കൂടിയായ അർജുൻ നിലവിൽ ഡൽഹി സർവകലാശാലയിലെ 2ാം വർഷ BA വിദ്യാർത്ഥിയാണ്. ബോക്സിംഗ് മത്സരത്തിൽ ഡൽഹിയെ പ്രതിനിധീകരിച്ച് വെള്ളി മെഡലും നേടിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.